പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യുടെ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഇഷയെ ചെന്ന് കണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അബിയെ താൻ വിട്ടുതരില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ തയ്യാറായിരിക്കുകയാണ് ദേവബാല. ഇതേ തുടർന്ന് ദേവബാല ഇഷയെ ചെന്ന് കാണുകയും ചെയ്യുന്നു. ഇഷയും അഭിഷേകും തമ്മിലുള്ള പ്രണയത്തെ പറ്റി തനിക്ക് അറിയാമെന്ന് വ്യക്തമാക്കുന്ന ദേവബാല, പക്ഷേ തൻ്റെ ഭർത്താവിനെ എന്തൊക്കെ സംഭവിച്ചാലും താൻ വിട്ടു നൽകുകയില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചിട്ടുണ്ടാകാം, പക്ഷേ അവൻ എൻ്റെ കൂടെ ജീവിച്ചവനാണ്. അവനെ വിട്ടു നൽകാൻ ഞാൻ ഒരിക്കലും തയ്യാറാവുകയില്ല. ഈ കാര്യം നീ മറക്കേണ്ട. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചിന്ത നിന്റെ മനസ്സിലുണ്ട് എങ്കിൽ അത് മറന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നിനക്ക് നല്ലത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ദേവബാല. അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടിയായതിനെ തുടർന്ന് ദേവബാല വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇഷ. എൻ്റെ മനസ്സിൽ അഭിഷേക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സത്യം തന്നെയാണ്, പക്ഷേ ഇപ്പോൾ അദ്ദേഹം എൻ്റെ മനസ്സിലില്ല. നിന്റെ കഴുത്തിൽ താലി കെട്ടിയതിനെ പിന്നെ ഞാൻ അഭിഷേകിനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കൂടിയില്ല. അതെല്ലാം കഴിഞ്ഞ ചാപ്റ്ററാണ് എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഇനി അഭിഷേകിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഞാൻ കടന്നു വരും എന്നുള്ള പ്രതീക്ഷ നിനക്ക് വേണ്ട എന്ന് വ്യക്തമാക്കുന്ന ഇഷ ദേവബാലയോട് ധൈര്യമായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒരിക്കലും ഞാനായി ശല്യം ചെയ്യുന്നതിന് വരികയില്ല. ആ കാര്യം എനിക്ക് ഉറപ്പു നൽകാൻ സാധിക്കുന്ന ഒന്നാണ്. പക്ഷേ ഇനി ഈ കാര്യം പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് നീയും വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും നിനക്ക് മറുപടി നൽകാനുള്ള താല്പര്യം എനിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ദയവായി കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് നീ പോകണം. ഇതും പറഞ്ഞുകൊണ്ട് ഇഷ പോകുന്നത് ദേവബാലയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതോടെ ദേവബാല ഇനി എന്തു ചെയ്യണം എന്ന് ആലോചിച്ച് തുടങ്ങുകയും കാര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും കൈവിട്ടു പോകരുത് എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതേ സമയമാണ് നീനയുടെ അപ്രതീക്ഷിതമായ കടന്നുവരവ് പുതിയ തിരിച്ചടികൾ ഉണ്ടാക്കുന്നത്. ഇനി എന്തു ചെയ്യും? നീന എന്തായാലും ഈ വിവാഹം നടക്കുന്നതിന് എതിരെ നിൽക്കുക തന്നെ ചെയ്യും. അവൾ എതിരെ നിന്നാൽ വിവാഹം നടക്കുകയില്ല എന്നുള്ള കാര്യവും ഉറപ്പു തന്നെയാണ്. എനിക്ക് അവളെ തടയാൻ സാധിക്കുകയില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അവളെ തടയുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. കാര്യങ്ങൾ കൈവിട്ട് പോയി തുടങ്ങുകയാണ് എന്ന് രാഹുൽ ഭയപ്പെടുകയാണ്. ഇതേ സമയം രാഹുലിന് തിരിച്ചടികൾ കൊടുത്തുകൊണ്ട് തൻ്റെ നീക്കങ്ങൾ മുന്നിലേക്ക് നീക്കിക്കൊണ്ടു പോകുന്ന രാഹുലിൻ്റെ കാമുകിയായ നീന ഇതേ തുടർന്ന് ഇഷയെ ചെന്ന് കാണാൻ തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇഷയോട് ഇതേ തുടർന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് താൻ വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതോടെ പറയാനുള്ളത് തുറന്നു പറയാം എന്നുള്ള കാര്യം ഇഷയും അറിയിച്ചതിനെ തുടർന്ന് ഇഷ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. ഇഷയെ ചതിക്കുകയാണ് രാഹുൽ ചെയ്യുന്നത്. ഇഷയ്ക്ക് മുന്നേ അയാൾക്ക് കുറെ ഭാര്യമാരുണ്ടായിരുന്നു. കുറെ പെൺകുട്ടികളെ വഞ്ചിച്ചുകൊണ്ടാണ് അവൻ ഇവിടെ വരെ എത്തിയത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുകയാണ് ഇഷ. രാഹുലിനെ വിവാഹം കഴിക്കാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. പക്ഷേ എൻ്റെ അച്ഛൻ്റെ നിർബന്ധം മൂലം മാത്രമാണ് കാര്യങ്ങൾ മുന്നിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നത്. അച്ഛൻ തടസ്സമായി നിന്നില്ലായിരുന്നുവെങ്കിൽ കാര്യങ്ങൾ ഞാൻ
ഇങ്ങനെയല്ല നടത്തുക. ഒരിക്കലും അയാളെ എൻ്റെ ഏഴയിടത്തേക്ക് ഞാൻ അടുപ്പിക്കുകയില്ല. കാരണം എൻ്റെ മനസ്സിൽ അയാളോട് വെറുപ്പ് മാത്രമാണ് ഉള്ളത്. അത് മാറുകയുമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് ഇഷ പോകുകയാണ്. അപ്രതീക്ഷിതമായ ഇഷയുടെ ഈ തീരുമാനം കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് നീന. ഇതോടെ ഈ വിവാഹം മുടങ്ങും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാകുന്നു നീനയ്ക്ക്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല. അവൾക്ക് രാഹുലിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാം എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ് നീന. പക്ഷേ ഇതൊന്നും അറിയാതെ രാഹുലാകട്ടെ തൻ്റെ ജീവിതത്തിലേക്ക് ഇഷ കടന്നു വരുമെന്നും ഇഷയുടെ സ്വത്തുക്കൾ അതോടെ കൈവശം ആക്കാം എന്നുമുള്ള പ്രതീക്ഷയിൽ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്നു. ഇത് കാണുന്ന നീന പൊട്ടിച്ചിരിച്ചിരിക്കുകയാണ്. നിനക്ക് കിട്ടാൻ പോകുന്നത് വലിയ തിരിച്ചടി തന്നെ ആയിരിക്കും എന്ന് വ്യക്തമാക്കുന്ന നീനയോട് ഞാൻ അവളെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നത് കാണിച്ചു തരാം എന്നുള്ള വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് രാഹുൽ. പക്ഷേ രാഹുലിൻ്റെ പ്രവർത്തികളൊന്നും നടക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന നീന സത്യങ്ങൾ അധികം വൈകാതെ തന്നെ റാംമോഹൻ അറിയും എന്ന് അറിയിക്കുകയും ചെയ്തത് തിരിച്ചടിയാവുകയാണ് പ്രതീക്ഷകൾക്ക്. ഇതോടെ നീനയെ കൊല്ലണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് പുതിയ നീക്കങ്ങളും ആയിക്കൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്യുന്നു രാഹുൽ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.